ഹായ് ഫ്രണ്ട്സ്, സ്നേഹതീർത്ഥം VS ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്താ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് പച്ചക്കറിയുടെ ഒരു കൃഷിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഭൂരിപക്ഷവും വിഷാംശം അടങ്ങിയ പച്ചക്കറികളാണ് നമ്മൾ കഴിക്കുന്നത്. പച്ചക്കറി ആണെങ്കിലും ഫുഡുകളെല്ലാം ഒരു 95% വിഷാംശം അടങ്ങിയ ഫുഡുകളൊക്കെയാണ്. എല്ലാത്തിനും കെമിക്കലാണ്. അതെല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ചെറിയ പെരുന്നാൾ കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, ഇനിയുള്ളത് നമുക്ക് ഈസ്റ്ററും ഓണവുമാണ്. അപ്പോൾ ഓണം എന്ന് പറയുമ്പോഴത്തേന് ഇപ്പം വിഷു കഴിയുമ്പോൾ തന്നെ നമുക്ക് പച്ചക്കറി കൃഷികളെല്ലാവരും ഓണത്തിനേക്ക് ഉള്ളത് ഇപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ വീടിൻ്റെയൊക്കെ ചുറ്റുപാടും പയർ, വഴുതനങ്ങ, അതുപോലെ പിന്നെ കയ്പങ്ങ, പിന്നെ കാന്താരി, പച്ചമുളക്, തക്കാളി, അങ്ങനത്തെ ഉള്ള എല്ലാ പച്ചക്കറികളും നമ്മുടെ വീടിൻ്റെ ചുറ്റും തന്നെ നമ്മൾ കൃഷി ചെയ്ത് അതാണ് നമ്മൾ കറിയൊക്കെ വെച്ച് കൂട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുവിധപ്പെട്ട അസുഖങ്ങളൊക്കെ വളരെയധികം കുറവുണ്ട്. അപ്പോൾ ആ പച്ചക്കറിയെക്കുറിച്ച് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഓണത്തിലേക്ക് നമുക്ക് വിഷാംശം ഇല്ലാത്ത പച്ചക്കറികൾ കൃഷി ചെയ്ത് നമുക്ക് കറികളൊക്കെ വെച്ച് വിഷാംശം ഇല്ലാത്ത കറികൾ കൂട്ടാം. അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്ഥലം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നത്. ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച ശേഷം ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് അതിനകത്ത് നമുക്ക് പച്ചക്കറിയുടെ വിത്ത് നമുക്ക് സുലഭമായിട്ട് കൃഷിഭവനിലാണെങ്കിലും മാർക്കറ്റുകളിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആ വിത്തുകൾ വാങ്ങിച്ച് നമ്മൾ പാകി നമുക്ക് അത്യാവശ്യം തക്കാളിയും പച്ചമുളകും വഴുതനങ്ങയും എല്ലാ സാധനങ്ങളും, വെണ്ടയ്ക്ക, അങ്ങനത്തെ ഉള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കൃഷി ചെയ്ത് നമ്മൾ ഈ ഒരു ഓണത്തിന് നമ്മൾ വിഷാംശമില്ലാത്ത പച്ചക്കറികൾ കറി വെച്ച് കൂട്ടാൻ സാധിക്കും. അതിന് നമ്മൾ കെമിക്കലുള്ള മരുന്നുകളൊന്നും യൂസ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. നമുക്ക് ജൈവ വളങ്ങൾ യൂസ് ചെയ്യാം. നമ്മൾ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റുകൾ, അതുപോലെ കഞ്ഞിവെള്ളം, അതൊക്കെ വന്നിട്ട് നമ്മൾ ഒരാഴ്ച വെച്ച് അത് ഒന്ന് പുളിപ്പിച്ച് അല്ലെങ്കിൽ അതൊരു ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് വരുമല്ല. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വെള്ളം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തെളി എടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പുഴുക്കടിയൊന്നും ഏൽക്കാതെ നമ്മൾ ആ സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ ആ ജൈവ വളമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്ന് വെച്ചാൽ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാറ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറയുമ്പോൾ, എൻ്റെ ഒരു കാലം എന്നൊക്കെ പറയുമ്പോഴത്തേനും കൂടുതൽ ആൾക്കാരും നമ്മൾ മാർക്കറ്റുകളിൽ പോയി പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടാണ്. പക്ഷേ അതിനകത്ത് ഒരു തക്കാളിപ്പഴമൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 മാസം വരെയൊക്കെ അത് ചെയ്യാതെ നമ്മൾ വാങ്ങിച്ച അതുപോലെ തന്നെ ഇരിക്കും. കാരണം അതുപോലെ അതിന് വിഷാംശം അതിനകത്ത് മുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് വിഷം അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനനുസരിച്ച് രോഗങ്ങളും വിട്ടുമാറുന്നില്ല. അപ്പം പനി പോലെയാണ് ഓരോ രോഗങ്ങളും നമ്മുടെ ഈ ഒരു കാലത്ത് കണ്ടുവരുന്നത്. ചെറിയ കുഞ്ഞു കുട്ടികൾ മുതൽ ഒരു പ്രായം ചെന്നവർക്ക് വരെ ആ രോഗങ്ങൾ. ഇപ്പം എൻ്റെയൊക്കെ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് പണ്ട് കഴിച്ച ഭക്ഷണത്തിൻ്റെ ആരോഗ്യമാണ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഫുള്ള് കെമിക്കൽ. അവരുടെയൊക്കെ ആരോഗ്യത്തിൻ്റെ ഒരു കാൽഭാഗം നമുക്കൊന്നും ആ ആരോഗ്യം ഇപ്പോൾ ഇല്ല. അത്രയ്ക്കും വിഷാംശം നമ്മുടെ ശരീരത്ത് വ്യാപിച്ചിട്ടുണ്ട്. ഫുഡിൽ കൂടെ ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന എന്ത് സാധനത്തിൽ കൂടെ ആണെങ്കിലും അത് നമുക്ക് ബാധിച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വിഷാംശം ഇല്ലാത്ത പച്ചക്കറികൾ വീടിന് ചുറ്റിനും കൃഷി ചെയ്ത് അത് പാകപ്പെടുത്തി കഴിക്കുക. നമ്മുടെ അസുഖത്തിൻ്റെ പകുതി മുക്കാലും മാറിക്കിട്ടുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം വിനു. ബൈ ബൈ.